ലോറൻസ് ബിഷ്ണോയി, യഥാർത്ഥത്തിൽ സാറ് ABC-യിൽ ആ വാർത്ത പറയുന്നത് വരെ എനിക്ക് ലോറൻസ് ബിഷ്ണോയെ കുറിച്ച് കൂടുതൽ അറിയില്ല. മീഡിയ മലയാളത്തിലും ചെയ്തിട്ടുണ്ട്. എനിക്ക് ഓർമ്മയില്ലാത്തതായിരിക്കും, എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഇന്നത് കേട്ടപ്പോഴാണ് സുന്ദരനായ, അതായത് നമ്മളൊക്കെ ആരാധിച്ചു പോകുന്ന ഒരു ഗ്യാങ് സ്റ്റാർ, 32 വയസ്സേ ഉള്ളൂ, കാണാൻ അതീവ സുന്ദരൻ, ഹോളിവുഡ് സിനിമ നടനെ പോലെ മലയാളത്തിലെ ചില ചോക്ലേറ്റ് നായകന്മാർ മാറി നിൽക്കും അല്ലേ? അതെ, തീർച്ചയായിട്ടും. അദ്ദേഹത്തിന് ഒരു പാഴ്സൽ എത്തി. ആദ്യം ആരാണ് ഈ ലോറൻസ് ബിഷ്ണോയി എന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാമോ? ലോറൻസ് ബിഷ്ണോയി പഞ്ചാബിൽ ജനിച്ച ഒരാളാണ്. പഞ്ചാബിലെ കോളേജിലൊക്കെ പഠിച്ചു. അദ്ദേഹത്തിന് അവിടെ ഒരു കൂട്ടുകാരനാണ് ഉണ്ടായിരുന്നു, ഗോൾഡി ബ്രാർ. ഇവർ ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു. കോളേജിൽ ഒരുമിച്ച് എല്ലാ കാര്യത്തിനും ഒരുമിച്ച് രാഷ്ട്രീയത്തിലിറങ്ങിയപ്പോൾ ഇവരുടെ ഒരു വളരെ അടുത്ത സുഹൃത്തായിരുന്ന ഒരാളെ എതിരാളികൾ കുത്തിക്കൊന്നു. ഇവരുടെ ജീവിതത്തെ വല്ലാതെ ഉലച്ചു കളഞ്ഞു. അങ്ങനെ ലോറൻസ് ബിഷ്ണോയും ഗോൾഡി ബ്രാറും തങ്ങളുടെ കൂട്ടുകാരനെ കൊന്നവനെ തട്ടി. അതാണ് ലോറൻസ് ബിഷ്ണോയിയെ ഒരുപക്ഷെ വേണമെങ്കിൽ ക്രിമിനലാക്കിയതെന്ന് പറയാം. അങ്ങനെ തട്ടിയത് മനഃപൂർവ്വം കൊല്ലാൻ വേണ്ടി കൊന്നതൊന്നുമല്ല. തങ്ങളുടെ കൂട്ടുകാരനെ കൊന്ന ആളെ ഇവർ നേരിട്ടപ്പോൾ ഉണ്ടായ സംഘർഷത്തിൽ അയാൾക്ക് പരിക്ക് പറ്റി, പിന്നീട് മരിച്ചു. അല്ലാതെ സ്പോട്ടിൽ കൊന്നൊന്നുമല്ല. അപ്പം അങ്ങനെ ഒരു ക്രിമിനൽ കേസൊക്കെ ലോറൻസ് ബിഷ്ണോയുടെ അടുത്ത് വന്നു. പക്ഷേ എന്നാലും ഒരു ആത്മാർത്ഥ സൗഹൃദത്തിൻ്റെ പേരിൽ ഒരു കൊലക്കേസ് വന്ന് പെട്ട ആളാണ് ലോറൻസ് ബിഷ്ണോയി. അപ്പോൾ 3 പേരുള്ള കൂട്ടുകാരിൽ ഒരു കൂട്ടുകാരൻ പോയി. പിന്നെയുള്ള ഗോൾഡി ബ്രാർ അന്നും ഇന്നും ലോറൻസ് ബിഷ്ണോയും ഗോൾഡി ബ്രാറും ഒരു മനസ്സും ഒരു ശരീരവുമാണ്. ഗോൾഡി ബ്രാർ ഇപ്പോൾ കാനഡയിലാണ് എന്നാണ് ലോറൻസ് ബിഷ്ണോയെക്കുറിച്ച് പറയുന്നത്. ബിഷ്ണോയി എന്ന് പറഞ്ഞാൽ ഹിന്ദു മതത്തിലെ ഒരു വിഭാഗം, വൈഷ്ണവ ആരാധന, വിഷ്ണുവിനെ ആരാധിക്കുന്നവരാണ്. വളരെ കുറച്ചേ ഉള്ളൂ, ഒരു ജാതി എന്ന് പറയാം. വളരെ കുറച്ച് ആളുകൾ മാത്രം, കൂടിപ്പോയാൽ 1-2 ലക്ഷം പേരുണ്ടെങ്കിൽ അത്ര വലിയ കാര്യം. രാജസ്ഥാനിലും പഞ്ചാബിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ ഉള്ളവരാണ്. ഇവർ വളരെ വിശുദ്ധമായി ജീവിക്കുന്ന, നിർമ്മലമായ ജീവിതം, മാംസാഹാരം കഴിക്കത്തില്ല, മറ്റൊരു ജീവികളെയും ഉപദ്രവിക്കത്തില്ല, അഹിംസയാണ്. ലോറൻസ് ബിഷ്ണോയി അഹിംസയുടെ ആളാണോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കട്ടെ. അഹിംസയിലാണ് വിശ്വസിക്കുന്നത്. മറ്റുള്ളവരെ ഉപദ്രവിക്കില്ല, കള്ളം പറയില്ല, മോഷ്ടിക്കത്തില്ല, ഇങ്ങനെയുള്ള കുറേ വിശ്വാസങ്ങളുണ്ട്. അവരെ സംബന്ധിച്ച് കൃഷ്ണമൃഗം എന്ന് പറയുന്ന മാനുണ്ടല്ലോ, കൃഷ്ണമൃഗം, അവർ ഭഗവാൻ കൃഷ്ണൻ്റെ പ്രതിരൂപമായിട്ടാണ് കരുതുന്നത്. ആ മാനിനെ ഇവർ ആരാധിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ്. മരങ്ങളെ സംരക്ഷിക്കും. ഇപ്പോൾ ദക്ഷിണേന്ത്യയിൽ വളരെ ദക്ഷിണേന്ത്യയിലല്ല, വടക്കേ ഇന്ത്യയിൽ, സൗത്ത് ഇന്ത്യയിൽ വളരെ പ്രശസ്തമായ ഒരു സാധനമാണ് ചിപ്കോ മൂവ്മെൻറ്റ്, മരങ്ങൾ മുറിക്കുന്നതിനെതിരെയുള്ള സമരം. ഈ ചിപ്കോ നർമ്മദാ നദീതീരത്ത് മരങ്ങൾ മുറിക്കാൻ ആളുകൾ വന്നപ്പോൾ സ്ത്രീകൾ എന്ത് ചെയ്തത്, മരങ്ങളെ കെട്ടിപ്പിടിച്ചു. ആ ചിപ്കോ സമരം ഉണ്ടായത് ബിഷ്ണോയി സമുദായത്തിൻ്റെ ഒരു ആചാരത്തിൽ നിന്നാണ്. അതായത് ഈ മുഗൾ ഭരണകാലത്ത് ബിഷ്ണോയി സമുദായം, ഹിന്ദുക്കളിലെ വിഷ്ണു ഭക്തരായ ആളുകൾ താമസിക്കുന്ന പ്രദേശത്തെ മരങ്ങൾ മുറിക്കാനായിട്ട് മുഗൾ ചക്രവർത്തിയുടെ ആളുകൾ വന്നു. മുസ്ലിം ഭരണാധികാരികളാണ്, ഭയങ്കര ക്രൂരന്മാരാണ്. അപ്പോൾ സ്ത്രീകൾ പറഞ്ഞു, ഞങ്ങൾ ഈ മരമൊന്നും മുറിക്കാൻ പറ്റത്തില്ല, പ്രത്യേകിച്ച് ആല്, ദേവദാരു, മറ്റേ ആര്യവേപ്പ് പോലെ ഹിന്ദുമത വിശ്വാസത്തിൽ വളരെ പവിത്രമായി കരുതുന്ന മരങ്ങളൊക്കെയാണ് മുറിക്കാൻ പോകുന്നത്. ഇവർ ആ മരങ്ങളെ കെട്ടിപ്പിടിച്ചിരുന്നപ്പോൾ ഈ ദുഷ്ടന്മാരായ മുഗളന്മാരെന്ത് ചെയ്തറിയോ, ആ കെട്ടിപ്പിടിച്ചിരുന്ന ആളുകളെ ഉൾപ്പെടെ മരങ്ങൾ മുറിച്ചു കളഞ്ഞു. അപ്പോൾ മരങ്ങളോടും പ്രകൃതിയോടും ഒക്കെ വലിയ സ്നേഹമുള്ളവരാണ് ബിഷ്ണോയി സമുദായക്കാർ. അങ്ങനെ ഇരിക്കുകയാണ് ഈ ബിഷ്ണോയി സമുദായത്തിൻ്റെ ആരാധനാ മൃഗമായ കൃഷ്ണമൃഗത്തെ സൂപ്പർ സ്റ്റാർ സൽമാൻ ഖാനും സംഘവും കള്ളു കുടിച്ച് കാട്ടിൽ വന്ന് വെടിവെച്ച് കൊന്നു. കൃഷ്ണമൃഗത്തെ കൊന്ന് തിന്നു എന്നാണ് പറയുന്നത്, വെടിവെച്ച്. അതോടുകൂടി ഇവരുടെ വികാരം വല്ലാതെ വ്രണപ്പെട്ടു. ലോറൻസ് ബിഷ്ണോയി സമുദായത്തിലെ ചെറുപ്പക്കാരുടെ ഒരു നേതാവായിരുന്നു ലോറൻസ് ബിഷ്ണോയി പറഞ്ഞു, ഞാൻ സൽമാൻ ഖാനെ കൊല്ലുമെന്ന് പറഞ്ഞു. ആദ്യമൊക്കെ ആളുള്ളത് വെറുതെ എടുത്തു. പക്ഷേ പിന്നെ സംബന്ധിച്ച് സൽമാൻ ഖാന് നേരെ പല സ്ഥലത്തും വെടിവെപ്പുണ്ടായി. കഴിഞ്ഞ 1 വർഷം മുമ്പ് സൽമാൻ ഖാൻ്റെ വീടിന് മുന്നിൽ നിന്ന് വെടിവെപ്പുണ്ടായി. സൽമാൻ ഖാൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന NCP നേതാവും മഹാരാഷ്ട്രയിലെ മുൻമന്ത്രിയായിരുന്ന ബാബാ സിദ്ദിഖിയെ ലോറൻസ് ബിഷ്ണോയുടെ ആളുകൾ വെടിവെച്ചു കൊന്നു. അങ്ങനെ ലോറൻസ് ബിഷ്ണോയി എന്ന് പറഞ്ഞാൽ ഹോളിവുഡിലെ ഒരു ടെററായിട്ട് വന്നു. സൽമാൻ ഖാൻ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ കൊല്ലും എന്ന് ഇപ്പോഴും സൽമാൻ ഖാൻ ആവട്ടെ, ഞാൻ മാപ്പൊന്നും പറയത്തില്ല എന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാരിനോട് അപേക്ഷിച്ച് Z കാറ്റഗറി സെക്യൂരിറ്റി ആയിട്ടാണ് നടക്കുകയാണ്. എന്നാലും ഇന്നല്ലെങ്കിൽ നാളെ സൽമാൻ ഖാനെ കൊന്നിരിക്കുമെന്നാണ് ലോറൻസ് ബിഷ്ണോയി പറയുന്നത്. അതിനിടയ്ക്ക് ഈ പറഞ്ഞ പോലെ ഇവരുടെ സമുദായത്തിൻ്റെ ആചാരങ്ങളുണ്ടല്ലോ, കളവ് പറയില്ല, മോഷ്ടിക്കില്ല, അഹിംസ എന്നൊക്കെ പറയുന്ന
മദ്യപിക്കത്തില്ല. ഈ ഗുണങ്ങളൊക്കെയാണ് ലോറൻസ് ബിഷ്ണോയ്ക്ക്. ബിഷ്ണോയ് പക്ഷേ പറഞ്ഞു, ഞാൻ ഭഗവാൻ കൃഷ്ണനും ഇതൊക്കെ പറഞ്ഞിരുന്നു, ആരെയും കൊല്ലത്തില്ല, അഹിംസയുടെ വരിയൊക്കെ പറയും. പക്ഷേ കർമ്മം ചെയ്യുക എന്നൊരു കാര്യമുണ്ട്. ധർമ്മം സംരക്ഷിക്കാൻ വേണ്ടി കർമ്മം ചെയ്യാം. ധർമ്മം സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഭാഗമാണ് യുദ്ധം. അതുകൊണ്ട് യുദ്ധം ചെയ്യാമെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ഭഗവാൻ കൃഷ്ണൻ ഗീതാപദേശത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഹിന്ദു മതത്തിൻ്റെ ധർമ്മം സംരക്ഷിക്കാൻ ഞാൻ വേണമെങ്കിൽ ആയുധം എടുക്കും. അതുകൂടാതെ എൻ്റെ രാജ്യമാണ്, എൻ്റെ പിതൃഭൂമിയാണ് ഈ ഭാരതം. ഈ ഭാരതത്തിനെതിരെ നിൽക്കുന്നവരെ ഞാൻ ശരിയാക്കും എന്ന് ലോറൻസ് ബിഷ്ണോയ് പറഞ്ഞു. അപ്പോൾ ലോറൻസ് ബിഷ്ണോയ് അങ്ങനെ പറഞ്ഞാൽ നമുക്കൊക്കെ പറയാം, ഇന്ത്യക്കെതിരെ നമ്മൾ തട്ടിക്കളയെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ കിടന്നുറങ്ങാനേ പറ്റുള്ളൂ. പക്ഷേ ലോറൻസ് ബിഷ്ണോയ്ക്ക് അങ്ങനെയല്ല. ലോകത്തെമ്പാടുമായി രഹസ്യാന്വേഷണ ഏജൻസികൾ പറയുന്ന കണക്കാണ്, ലോറൻസ് ബിഷ്ണോയ്ക്ക് 5000 പേരുടെ ഗ്യാങ് ഉണ്ട്. ഈ 5000 പേര് ഷാർപ്പ് ഷൂട്ടർമാരാണ്, ഏറ്റവും ആധുനികമായ തോക്കുകൾ കൈവശമുള്ളവർ. ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ലോറൻസ് ബിഷ്ണോയ് മനസ്സിൽ വിചാരിച്ചാൽ അത് ഉത്തരവായിട്ട് ഗോൾഡി ബ്രാർ ഇറക്കും. പിന്നെ ആ പറയുന്ന ആൾക്ക് നേരെ ചെല്ലുന്നത് വെടിയുണ്ടകളായിരിക്കും. ഇത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. നിജ്ജാറിൻ്റെ കൊലപാതകം കാനഡയിൽ, അമേരിക്കയിൽ പന്നുനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് അമേരിക്ക തന്നെ പറയുന്ന ഇടപാടുകൾ. ഇങ്ങനെ ഇതിൻ്റെയൊക്കെ പിന്നിൽ ലോറൻസ് ബിഷ്ണോയിയുടെ ഗ്യാങ് ഉണ്ട്. ബിഷ്ണോയിയുടെ നിർദ്ദേശപ്രകാരം നടന്നതാണെന്ന് പൊതുവിൽ പറയപ്പെടുന്നു. അപ്പോൾ ബിഷ്ണോയി ഒരു താരമാണ്, 32 വയസ്സേ ഉള്ളൂ. സിദ്ധു മൂസേവാല എന്ന് പറയുന്ന പഞ്ചാബി ഗായകനെ വെടിവെച്ച് കൊന്ന കേസിൽ ലോറൻസ് ബിഷ്ണോയി അല്ല, ബിഷ്ണോയി ഗാങ് കൊന്ന കേസിൽ ലോറൻസ് ബിഷ്ണോയി ഇപ്പോൾ ജയിലിലാണ്. ഗുജറാത്തിലെ സബർമതി സെൻട്രൽ ജയിലിൽ അതീവ സുരക്ഷയോടെ ലോറൻസ് ബിഷ്ണോയി ഇപ്പോൾ കഴിയുകയാണ്. അപ്പോൾ ഇന്ത്യക്കെതിരായ നിലപാടും ഇന്ത്യക്കെതിരെ ഹിന്ദുക്കൾക്കെതിരെ നിലപാടെടുത്താൽ അവരെ ലോകത്തെവിടെ പോയാലും വേട്ടയാടി കൊല്ലും എന്ന് പറഞ്ഞ് പരസ്യമായി പറഞ്ഞ് പ്രവർത്തിക്കുന്ന ഗ്യാങ്ങാണ് ലോറൻസ് ബിഷ്ണോയ് ഗാങ്. ലോറൻസ് ബിഷ്ണോയുടെ പുറത്തുണ്ട് ലോറൻസ് ബിഷ്ണോയുടെ സഹോദരൻ അമോൽ ബിഷ്ണോയ്, കൊച്ചനിയനാണ്. പിന്നെയുള്ളത് ആത്മസുഹൃത്ത് ഗോൾഡി ബ്രാർ. ഇവർ 3 പേരുമാണ് 5000 പേരുള്ള ഒരു സമാന്തര സേനയെ ലോകത്തെല്ലായിടത്തും ആളുകളുണ്ട് നയിക്കുന്നതെന്നാണ് പൊതുവിൽ പറയപ്പെടുന്നത്. ഇതാണ് ലോറൻസ് ബിഷ്ണോയിയെക്കുറിച്ചുള്ള ഒരു ഏകദേശ രൂപം. ഇനി വടക്കേ ഇന്ത്യയിൽ പലയിടത്തും ലോറൻസ് ബിഷ്ണോയ് പെൺകുട്ടികളുടെ ഇഷ്ട കഥാപാത്രമാണ്. നേരത്തെ പറഞ്ഞ പോലെ കാണാൻ അതിസുന്ദരൻ, നെറ്റിയിൽ എപ്പോഴും തിളങ്ങുന്ന കുങ്കുമക്കുറിയുണ്ട്, കയ്യിൽ ഹനുമാൻ്റെ രൂപം പച്ച കുത്തിയിട്ടുണ്ട്, കാണുമ്പോഴേ പിന്നെ ഒരു ചെയിൻ പോലത്തെ മാല. അങ്ങനെ കണ്ടാൽ നമ്മുടെ ഒരു സിനിമയിലെ ഒരു സൂപ്പർ താരം, യങ് ഹീറോ ഇറങ്ങി വരുന്ന പോലെ ലോറൻസ് ബിഷ്ണോയ്. പക്ഷേ ലോറൻസ് ബിഷ്ണോയ്ക്കെതിരെ മദ്യപാനത്തിന് കേസില്ല, പെണ്ണുപിടിച്ചതിന് കേസില്ല, കൊള്ളയടിച്ചതിന് കേസില്ല. പറയുന്ന എൻ്റെ രാജ്യത്തെ ഹിന്ദുക്കളായ ആളുകൾക്കെതിരെയും ഇന്ത്യക്കെതിരെയും നിലപാടെടുക്കുന്നവരെ ഞാൻ കൊല്ലും. അപ്പോൾ അതുകൊണ്ട് പലരും പറയുന്നുണ്ട്, ലോകത്ത് പലയിടത്തും ഇന്ത്യ വിരുദ്ധരായ ആളുകളെ കാനഡയിലും പാകിസ്ഥാനിലും ഒക്കെ പോയി കുറേ അജ്ഞാതർ വെടിവെച്ചു കൊടുത്തു. ഈ അജ്ഞാതർ എന്ന് പറയുന്നത് ലോറൻസ് ബിഷ്ണോയുടെ ഗ്യാങ് ആണെന്നുള്ള പ്രബലമായൊരു സംശയമുണ്ട്. അജിത് ഡോവലും ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ചാരസംഘടനയായ റോയും കൂടെ ലോറൻസ് ബിഷ്ണോയി സംഘത്തിന് ഒത്താശ ചെയ്തു കൊടുക്കുന്നു എന്നൊക്കെയുള്ള റൂമറുകൾ ചിലരൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. അതൊന്നും ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു സാധ്യതയില്ല. ഇന്ത്യയിലെ സർക്കാരും അജിത് ഡോവലൊന്നും അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഏതായാലും വടക്കേ ഇന്ത്യയിൽ പറയുന്ന പല പെൺകുട്ടികളുടെയും കഴുത്തിലെ ലോക്കറ്റിൽ ലോറൻസ് ബിഷ്ണോയുടെ ചിത്രമാണുള്ളത്. കാരണം ലോറൻസ് ബിഷ്ണോയുടെ ഒരു ചിത്രം ഉണ്ടെങ്കിൽ അവളെ ഒന്ന് തുറിച്ചു നോക്കാൻ പോലും ആരും ധൈര്യപ്പെടില്ല. അങ്ങനെ ഒരു രക്ഷകൻ്റെ രൂപമാണ്, ഒരു ഹീറോയുടെ രൂപമാണ്. അവർ മനസ്സുകൊണ്ട് കയ്യിൽ രാഖി കെട്ടിക്കൊടുത്ത സഹോദരനാണ് ഉത്തരേന്ത്യയിൽ പെൺകുട്ടികൾക്കാര് ലോറൻസ് ബിഷ്ണോയ്. കേരളത്തിലുള്ളവർക്കാണ് ലോറൻസ് ബിഷ്ണോയെ ഗാങ്സ്റ്ററായിട്ട് കാണുന്നത്. ഇതാണ് ലോറൻസ് ബിഷ്ണോയ്. ഇത്ര പറഞ്ഞ പോലെ ഇത്രയും കാര്യങ്ങൾ ആവേശം ഉണ്ടാക്കുന്നതാണ്. ഇനി പാഴ്സൽ എന്ന് പറഞ്ഞാൽ ഗുജറാത്തിൽ ജയിലിൽ കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയയിൽ നിന്നൊരു പാഴ്സൽ വന്നു. ബന്ദന ഗൗർ എന്ന് പറയുന്ന ഒരു സ്ത്രീ അയച്ച പാഴ്സലാണ്. അപ്പോൾ അങ്ങനെ പാഴ്സൽ വരുമ്പോൾ സാധാരണ അവിടെ പൊട്ടിച്ച് നോക്കിയപ്പോൾ അതിനകത്ത് വളരെ വില കുറഞ്ഞ ഒരു ടവലും ഒരു ഷേവറും, ഷേവ് ചെയ്യാനുള്ള സാധനം ഉണ്ടല്ലോ, ഒരു സിംഗിൾ 10 രൂപ കൊടുത്ത് കിട്ടുന്ന ഷേവിങ് ബ്ലേഡിൽ 2 പ്രാവശ്യം ഷേവ് ചെയ്തിട്ട് കളയാവുന്ന അങ്ങനത്തെ ഒരു ഡിസ്പോസിബിൾ ഷേവറും ഒരു ടവലും മാത്രമാണ് കണ്ടത്. ഓസ്ട്രേലിയയിൽ നിന്ന് അങ്ങനെ ഒരു പാഴ്സൽ അയക്കാൻ ആയിരക്കണക്കിന് രൂപ വരെ വരും, ചിലവ് വരും ഫോറിൻ പാഴ്സൽ അയക്കാൻ. അപ്പോൾ ആയിരക്കണക്കിന് രൂപ മുടക്കി ഇങ്ങനത്തെ ഒരു ഫോറിൻ പാഴ്സലിൽ ഇവിടെ 100 രൂപ തികച്ച് വിലയില്ലാത്ത സാധനങ്ങൾ ഈ പാഴ്സലിൽ അയച്ചത് എന്താണ്? ഇത് പോലീസ് അന്വേഷണം തുടങ്ങി. വന്ദന ഗൗറിൻ്റെ അഡ്രസ്സ് അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു വന്ദന ഗൗർ ഓസ്ട്രേലിയയിലില്ല. അതോടെ സംശയം കൂടി. അപ്പോൾ ഇപ്പോൾ ജയിൽ അധികൃതർ പറഞ്ഞു, നിധി ഠാക്കൂർ ജയിൽ സൂപ്രണ്ടൻറ്റ് പറഞ്ഞു അങ്ങനെ പാഴ്സലൊന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ
IB ഉൾപ്പെടെ ഈ കേസ് അന്വേഷിക്കുകയാണ്. എന്താണ് ഈ പാഴ്സൽ വരാൻ കാരണം? ആരയച്ചു? ഓസ്ട്രേലിയ ഇതാണ് വന്നത്. എന്തിനു വന്നു എന്ന് പറഞ്ഞാൽ ഇത് നോക്കുമ്പോൾ വളരെ വിചിത്രമായൊരു സാധനം. എന്തിനാണ് ലോറൻസ് ബിഷ്ണോയിക്ക് ഒരു ടവലും ഒരു ഷേവിങ് സെറ്റും 10 രൂപയുടെ ഒരു ഡിസ്പോസിബിൾ ഷേവറും എന്തിനാണ്? അപ്പോൾ ഇതിലൂടെ ഈ 2 സാധനത്തിലൂടെ എന്തെങ്കിലും ഒരു മെസ്സേജാണോ കൊടുക്കുന്നത്? ഒരു കോഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്താണോ? ഇതാണ് സംഭവം. ഒന്നെങ്കിൽ ലോറൻസ് ബിഷ്ണോയ്ക്കുള്ള ഭീഷണിയാണോ? നിന്നെ ഷേവ് ചെയ്ത് വെള്ള കർച്ചീഫാണ്, വെള്ള പുതച്ച് കിടത്തും എന്ന് ലോറൻസ് ബിഷ്ണോയെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയതാണോ? അതോ ആരെയെങ്കിലും ഷേവ് ചെയ്ത് വെള്ള പുതപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് സാർ എന്ന് അറിയിച്ചുകൊണ്ട് ലോറൻസ് ബിഷ്ണോയ്ക്കൊരു മെസ്സേജ് കൊടുത്തതാണോ? ഏതായാലും അതിൻ്റെ വിവരങ്ങൾ നമുക്കിത്രേ അറിയാവുള്ളൂ. ഇതുപോലും നിധി താക്കൂർ എന്ന് പറഞ്ഞ ജയിൽ സൂപ്രണ്ട് നിഷേധിച്ചിരിക്കുകയാണ്. പക്ഷേ നമ്മൾ മറ്റു സോഴ്സുകളിലൂടെ അറിഞ്ഞതാണ്. അത് നടക്കുന്നുണ്ട്. മറ്റ് രഹസ്യാന്വേഷണ ഏജൻസികൾ പറയുന്നുണ്ട് സംഭവം ശരിയാണെന്നുള്ളത്. അപ്പോൾ എന്താണ് ഈ പാഴ്സലിൻ്റെ രഹസ്യം എന്നുള്ളത് ചിലപ്പോൾ അജ്ഞാതൻ്റെ ഒരു വാർത്തയായിട്ട് വരും ദിവസങ്ങളിൽ കേൾക്കാൻ കഴിഞ്ഞാൽ, അപ്പോൾ അജ്ഞാതൻ്റെ പുറകിൽ ലോറൻസ് ബിഷ്ണോയാണെന്ന് ധന്യ പറയരുത്. പറയുമോ? ചിലപ്പോൾ